കൂട്ടുകാരെ, ന്യൂ ഇംഗ്ലീഷ് ഫണ്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു പോയമാണ്. ഫോറിൻ ലാൻഡ്സ് ഈസ് എ പോയം റിട്ടൺ ബൈ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയ ഒരു പോയമാണ് ഫോറിൻ ലാൻഡ്സ്. പോയത്തിൻ്റെ ഇൻട്രഡക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഡു യു റിമെമ്പർ യുവർ എക്സ്പീരിയൻസ് വെൻ യു ലുക്ക്ഡ് ഔട്ട് ഓഫ് യുവർ ഹോം ടു സീ ദ സൈറ്റ്സ് ഔട്ട്സൈഡ്? നിങ്ങളുടെ വീടിന് പുറത്തുള്ള കാഴ്ചകൾ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഹിയർ ഈസ് എ പോയം അബൌട്ട് എ ചൈൽഡ് ഹു ട്രൈഡ് ടു ലുക്ക് ഔട്ട്. ഇതുപോലെ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയുടെ പോയമാണ് ഫോറിൻ ലാൻഡ്സ്. ഫോറിൻ ലാൻഡ്സ് മീൻസ് പ്ലേസ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് വൺസ് ഓൺ കൺട്രി. ഒരാളുടെ സ്ഥലത്തിന് പുറത്തുള്ള കാഴ്ചകളെക്കുറിച്ചാണ് ഈ പോയത്തിൽ പറയുന്നത്. നമുക്ക് പോയത്തിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇൻടു ദ ചെറി ട്രീ ഹു ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ, ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ് ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാം, രണ്ട് കുട്ടികൾ ഒരു മരത്തിൽ കയറിയിരിക്കുന്നത് കാണാം. ഇൻടു ദ ചെറി ട്രീ, അവർ ചെറി ട്രീയുടെ മുകളിലാണ് ഇരിക്കുന്നത്. ഹു ഷുഡ് ക്ലൈംബ് ബട്ട് ലിറ്റിൽ മീ, ആര് ആ മരത്തിൽ കയറും, പക്ഷേ എനിക്ക് കയറാൻ കഴിയുമോ? അതായത് ആ മരത്തിൽ ഇരിക്കുന്ന കുട്ടി ചിന്തിക്കുകയാണ്, ചെറിയ കുട്ടിയായ എനിക്ക് ഈ മരം കയറാൻ കഴിയുമോ? ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ്. ട്രങ്ക് എന്ന് പറയുന്നത് ദ മെയിൻ വുഡി സ്റ്റെം ഓഫ് ദ ട്രീ. അതായത് ആ മരത്തിൻ്റെ തായ് തടിയിൽ, അതായത് പ്രധാന തടിയിൽ ആ കുട്ടി രണ്ട് കൈകളും ഉപയോഗിച്ച് മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. എന്നിട്ട് ആ മരത്തിന് മുകളിലിരുന്ന് ദൂരെ ഡിഫറൻറ്റ് ഡയറക്ഷൻ, വ്യത്യസ്ത ദിശകളിലുള്ള ദൂരെയുള്ള കാഴ്ചകൾ ആ പെൺകുട്ടി കാണുകയാണ്. I saw the next door garden lie, adorned with flowers before my eye, and many pleasant places more that I had never seen before. ഇനി ആ കുട്ടി കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. I saw the next door garden lie. Next door means neighborhood. അതായത് ആ കുട്ടി കാണുന്നത് അടുത്ത വീട്ടിലെ പൂന്തോട്ടം. That is adorned with flowers. That means the garden is attractive, very beautiful. ആ പൂന്തോട്ടം വളരെ മനോഹരമാണ്. വിത്ത് ഫ്ലവേഴ്സ്, പൂക്കൾ കൊണ്ട് വളരെ മനോഹരമായ പൂന്തോട്ടമാണ്. അത് ആ കുട്ടിക്ക് കണ്ണിലൂടെ കാണാം, കൺമുന്നിൽ കാണാം. ആൻഡ് മെനി പ്ലസൻറ്റ് പ്ലേസസ് മോർ. അതുപോലെ തന്നെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ. ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത പല മനോഹരമായ സ്ഥലങ്ങളും എനിക്ക് കാണാൻ കഴിയുന്നു എന്നാണ് കുട്ടി പറയുന്നത്. ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ് ആൻഡ് ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ വിത്ത് പീപ്പിൾ ട്രാമ്പിംഗ് ഇൻ ടു ടൗൺ. ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ്. അടുത്തതായിട്ട് കുട്ടി കാണുന്നത് ഡിംപ്ലിംഗ്. ഡിംപ്ലിംഗ് മീൻസ് റണ്ണിങ് ഇൻ ടു എ ലോ സർഫസ്. അടുത്തതായിട്ട് കുട്ടി കാണുന്നത് ആഴത്തിൽ ഒഴുകുന്ന ഒരു പുഴ. ആഴത്തിൽ ഒഴുകി അതുവഴി കടന്നു പോകുന്ന ഒരു പുഴ. ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് ആൻഡ് ദ റിവർ ദാറ്റ് റിഫ്ലക്റ്റിംഗ് ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ. ആ ആകാശത്തിൻ്റെ നീല കളർ റിഫ്ലക്റ്റ് ചെയ്തിട്ട്, പ്രതിഫലിച്ചിട്ട് ആ പുഴ ഒരു കണ്ണാടി പോലെ, ഒരു നീല കണ്ണാടി പോലെയാണ് ഒഴുകുന്നത്. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. പൊടി പിടിച്ച റോഡ്. അടുത്തതായിട്ട് കാണുന്ന കാഴ്ച പൊടി പിടിച്ച റോഡാണ്. അത് വളഞ്ഞും പുളഞ്ഞും പോകുന്നു. വിത്ത് പീപ്പിൾ ട്രാമ്പിംഗ് ഇൻ ടു ദ ടൗൺ. ട്രാമ്പിംഗ് മീൻസ് ട്രാവലിംഗ് ഓർ വാൻഡറിംഗ് ഓൺ ഫുട്ട്. അതായത് ആ പൊടി പിടിച്ച റോഡിലൂടെ ആളുകൾ, കാൽനട യാത്രക്കാർ ടൗണിലേക്ക് പോകുകയാണ്. അടുത്ത സ്റ്റാൻസ നോക്കാം. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ ഫാർദർ ആൻഡ് ഫാർദർ ഐ ഷുഡ് സീ ടു വെയർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്സ് ഇൻ ടു ദ സീ എമംഗ് ദ ഷിപ്പ്. ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ. ദ ഗേൾ വിഷസ് ടു ഫൈൻഡ് എ ഹയർ ട്രീ. കുറച്ചും കൂടി ഉയരമുള്ള ഒരു മരം കിട്ടിയിരുന്നു എങ്കിലെന്ന് കുട്ടി ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടി? ഫാർദർ ആൻഡ് ഫാർദർ ഐ ഷുഡ് സീ. ആ കുട്ടിക്ക് വളരെ വളരെ ദൂരത്തിലുള്ള കാഴ്ചകൾ കാണാമായിരുന്നു. എന്തൊക്കെയാണത്? ഇൻ ഹർ ഇമാജിനേഷൻ ഷീ സേസ് ദാറ്റ്.
അവൾ പറയുകയാണ്, ടു വെയർ ദ ഗ്രോൺ അപ്പ് റിവർ സ്ലിപ്സ് ഇൻ ടു ദ സീ എമംഗ് ദ ഷിപ്സ്. ആ വലിയ പുഴ ഒഴുകിച്ചെല്ലുന്നത് കടലിലേക്കാണ്. ആ കടലിൽ ധാരാളം ഷിപ്പുണ്ട്, ധാരാളം കപ്പലുകളുണ്ട്. അങ്ങനെയുള്ള ഒരു റിവറും അവൾക്ക് കാണാമായിരുന്നു. അടുത്ത സ്റ്റാൻസ. ടു വെയർ ദ റോഡ് ഓൺ എയ്തർ ഹാൻഡ് ലീഡ് ഓൺവേർഡ് ഇൻ ടു ഫെയറി ലാൻഡ് where all the children dine at 5 and all the playthings come alive. അടുത്തതായിട്ട് ഈ കുട്ടി പറയുന്നത്, ടു വെയർ ദ റോഡ് ഓൺ എയ്തർ ഹാൻഡ്, രണ്ട് സൈഡിലും ഉള്ള റോഡ് അതെവിടേക്ക് എത്തിച്ചേരുന്നു? ലീഡ് ഓൺവേർഡ് ഇൻ ടു ഫെയറി ലാൻഡ്. ഫെയറി ലാൻഡ് മീൻസ് മാജിക്കൽ ലാൻഡ്. ആ റോഡുകൾ ഒരു മാന്ത്രിക ലോകത്തെത്തുന്നു. വെയർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5. ഡൈൻ മീൻസ് ഈറ്റ്, കഴിക്കുക. അവിടെ എല്ലാ കുട്ടികളും 5 മണിക്ക് ആഹാരം കഴിക്കുകയും ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ് കം എലൈവ്, എല്ലാ കളിപ്പാട്ടങ്ങൾക്കും ജീവൻ വയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു മാജിക് ലാൻഡിലേക്ക് എത്തിച്ചേരുന്നു. ഈ പോയത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.